ഹലോ, ദേ ഇന്നിപ്പോൾ ചെറിയൊരു പരീക്ഷണം കേട്ടോ. വേറൊന്നുമല്ല, പണ്ടൊക്കെ നമുക്ക് റോട്ടിൽ കൂടെയൊക്കെ ഇങ്ങനെ ഒരു മണിയടിയുടെ സൗണ്ട് കേൾക്കുമ്പോഴത്തേക്കും ഞാൻ അമ്മ അടുത്ത് പറയും, അമ്മ ഒരു 5 രൂപ തന്നപ്പോൾ ഞാൻ ഒന്ന് മേടിക്കട്ടെ. അപ്പോൾ എന്താണെന്നിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും, വേറൊന്നുമല്ല, മറ്റേ കവലൈസില്ലേ അത്. അപ്പം ഞാൻ വിചാരിച്ചു വീട്ടിൽ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കാമല്ലോ എന്ന്. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് മുന്തിരിയായിട്ട് എടുത്തേക്കുന്നത്. എനിക്ക് മുന്തിരിയുടെ കോലൈസ് ഭയങ്കര ഇഷ്ടം. അപ്പോൾ മുന്തിരി എടുത്ത് അതിനകത്തോട്ട് കുറച്ച് പാല് ഒഴിച്ച് പിന്നെ അതിനകത്തോട്ട് ഫ്രഷ് ക്രീം ആട്ടോ ചേർക്കുന്നത്. ഈ ഫ്രഷ് ക്രീം ഞാൻ വേറൊരു ആവശ്യത്തിന് വേണ്ടി കുറേ നാൾ മുന്നേ മേടിച്ചെന്ന് വെച്ചാൽ ഒത്തിരി ഒന്നും ആയാലും ഒരു 3 മാസം 2-3 മാസമായി കാണും. അതിൻ്റെ എക്സ്പയറി ഡേറ്റ് ഒന്നും കഴിഞ്ഞിട്ടില്ല. പക്ഷേ എനിക്കതൊന്നും ഒരു സ്മെല്ല് വ്യത്യാസമുള്ള പോലെ തോന്നിയേ. കഷ്ടകാലത്തിന് അതൊന്ന് ഇത്തിരി ഒന്ന് ഒഴിച്ച് നോക്കാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്ക് എൻ്റെ കയ്യിൽ നിന്നത് മുഴുവൻ കൂടെ വീണു കേട്ടോ. നിങ്ങൾക്കത് കാണാം, മുഴുവൻ കൂടെ വീണ് പോയി. പിന്നെ എന്തായാലും ഞാൻ വിചാരിച്ചിട്ട് ഇപ്പോൾ കളയാനൊന്നും പറ്റൂലല്ലോ. ഇനി എൻ്റെ തോന്നലാണെങ്കിലോ. പിന്നെ ഒഴിക്കുന്നത് ഈ മിൽക്ക് മിസ്റ്റിൻ്റെ മിൽക്ക് മെയ്ഡാട്ടോ. അതും ഒഴിക്കുന്നുണ്ട് കുറച്ച്. വേറെ പഞ്ചസാര കാര്യങ്ങളൊന്നും ആഡ് ചെയ്യുന്നില്ല കേട്ടോ. ഈ ഒരു സാധനം ഈ മിൽക്ക് മെയ്ഡിന് തന്നെ ആവശ്യത്തിന് നല്ലപോലെ മധുരം ഉണ്ട്. ഈ മിൽക്ക് മെയ്ഡ് കഴിക്കുമ്പോഴത്തേക്ക് എനിക്ക് മറ്റേ എക്ലെയറൊക്കെ ഇല്ലേ, ആ ഒരു മിഠായി കഴിക്കുന്നൊരു വൈബാട്ടും. അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് മിൽക്ക് മെയ്ഡ് മേടിക്കുമ്പോൾ ചുമ്മാ ഒക്കെ കോരി തിന്നും. അപ്പോൾ അമ്മ പറയും ഷുഗർ കുടിക്കുന്നു. എന്നൊക്കെ പറഞ്ഞാലും ഞാനിങ്ങനെ തിന്നും. അതെന്ത് ചെയ്യാനാണ്, ഇപ്പം ഒന്നും ചെയ്യാൻ പറ്റില്ല, തിന്നാനല്ലേ ജീവിക്കുന്നത്. അപ്പോൾ ഇത് കൊണ്ടുപോയിട്ട് നേരെ ഒന്ന് അടിച്ച് സെറ്റാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ അടിച്ചെടുത്ത് കഴിയുമ്പോഴത്തേക്കും ദേ ഈ ഒരു കളറിൽ കിട്ടും, ഒരു അടിപൊളി കളറിലെ. കൊള്ളാം, എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ ഈ ഗ്ലാസ്സിലൊഴിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും കുടിക്കാനാണ്, ഈ സ്പൂൺ ഇടുമ്പോൾ നിങ്ങൾ വിചാരിക്കും സ്പൂൺ കൊണ്ട് കോരി കുടിക്കാനാണ്. അല്ല, കോലൈസ് ഉണ്ടാക്കാനുള്ള സാമഗ്രികളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ അങ്ങോട്ട് വെച്ചു. നേരെ ഫ്രിഡ്ജിലോട്ട് വെച്ച് ആ ഫ്രീസറൊക്കെ കൂട്ടിയിടുന്നുണ്ട്. ഇനിയിപ്പോൾ ഫ്രിഡ്ജിനൊരു സൗകര്യം ഉണ്ടാവില്ല, ഇത് എപ്പോഴും കട്ടയാതെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയി തുറന്നു നോക്കും. അമ്മയുടെ നല്ല ആട്ടം കിട്ടും. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.